ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ SCERTയുടെ 9ാം സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം സെക്കൻഡ് പാർട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്തെ 1ഉം 2ഉം ചാപ്റ്റർ ഫുള്ള് പഠിച്ചു. ഉത്തരപർവ്വത മേഖലയും ഉത്തരേന്ത്യൻ സമതലം അഥവാ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം, അപ്പോൾ അത് നമ്മൾ പഠിച്ചു. പിന്നീട് 3ാമത്തെ ചാപ്റ്ററിൻ്റെ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി, 3ാമത്തെ ചാപ്റ്റർ, അതിൻ്റെ പകുതി ഭാഗം പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് ഉപദ്വീപീയ പീഠഭൂമികളാണ്, ഉപദ്വീപീയ നദികളാണ്. അപ്പം എന്തൊക്കെയാണ് അതിനകത്ത് പഠിച്ചത്? പീഠഭൂമികളെക്കുറിച്ചാണ് ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഡെക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി എല്ലാം പഠിച്ചു. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, അതിനകത്തെ മലനിരകൾ, പിന്നെ കാലാവസ്ഥ വൈവിധ്യങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് നദികൾ, ഉപദ്വീപീയ നദികളെക്കുറിച്ച് പഠിക്കാം. ഡെക്കാൻ പീഠഭൂമിയുടെ ഒരു പരിച്ഛേദമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഡെക്കാൻ പീഠഭൂമിയുടെ ഒന്ന് മുറിച്ചെടുത്തതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഉപദ്വീപീയ പീഠഭൂമി. പശ്ചിമഘട്ടം വലുതാണ്, പൂർവ്വഘട്ടം ആകുമ്പം ചെറിയ ചെറിയ മലകളാണ്. അവിടുന്ന് ചരിവ് ഇങ്ങോട്ട് വരും. പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടൽ, കിഴക്കൻ തീരസമതലം ബംഗാൾ ഉൾക്കടലിലേക്ക് പോകുന്നു. ചിത്രത്തിൽ നിന്നും ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായ ചരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണെന്ന് മനസ്സിലായല്ലോ. ഇതിലെ ഉയർന്ന ഭാഗമാണ് പശ്ചിമഘട്ടം. ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകമാണ് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടവും മധ്യ ഉന്നതതലത്തിലെ മലനിരകളും ഡൽഹി കുന്നുകൾ വരെ നീളുന്ന അരാവലി നിര, അരാവലി നിര രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ആര്യവല്ലി എന്നും പറയാം, അരാവലി എന്നും പറയാം. അരാവലി നിരയും ചേർന്ന് ഉപദ്വീപിലെ നീരൊഴുക്കിനെ 3ആയി തിരിക്കുന്നു. ഏതൊക്കെയാണത്? കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ, പടിഞ്ഞാറോട്ട് ഒഴുകിയിട്ട് അറബിക്കടലിൽ ചെന്ന് ചേരുന്ന ഉപദ്വീപീയ നദികൾ, വടക്കോട്ട് ഒഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികൾ. അപ്പോൾ നമുക്ക് ആദ്യം കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളെക്കുറിച്ച് പഠിക്കാം. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏറെയും ജന്മമെടുക്കുന്നത് പശ്ചിമഘട്ടത്തിലാണ്. അപ്പം കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ എവിടെയാണ് ജന്മമെടുക്കുന്നത്? പശ്ചിമഘട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ വൃഷ്ടിപ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം. നീർത്തടം, ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെ നീർത്തടം എന്ന് വിളിക്കുന്നു. ജലവിഭാജകം, രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെ ജലവിഭാജകം എന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞു, പിന്നെ ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകം ഏതാണ്? പശ്ചിമഘട്ടമാണ്. രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി, അതാണ് പശ്ചിമഘട്ടം. പ്രധാന ജലവിഭാജകം പശ്ചിമഘട്ടമാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകം പശ്ചിമഘട്ടം. രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നു. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളും അവയുടെ പോഷക നദികളുമാണ് ഉപദ്വീപീയ പീഠഭൂമിയെ കീറിമുറിച്ച് കിഴക്ക് ദിശയിൽ ഒഴുകി കിഴക്കൻ തീരസമതലത്തിലൂടെ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നദികളും അവയുടെ പോഷക നദികളുമാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ. ഉപദ്വീപീയ പീഠഭൂമിയെ കീറിമുറിച്ച് കിഴക്ക് ദിശയിൽ ഒഴുകി കിഴക്കൻ തീരസമതലത്തിലൂടെ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുന്നത്. നോക്കാം നദികൾ. മഹാനദി, റായ്പൂരിലെ സിഹാവ, ഛത്തീസ്ഗഡ്. റായ്പൂരിലെ സിഹാവയിലാണ് മഹാനദിയുടെ ഉത്ഭവം. പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഇബ്, ടെല്ല്. മഹാനദിയുടെ പോഷക നദികൾ ഇബ്, ടെല്ല്. റായ്പൂരിലെ സിഹാവ ആണ് ഉത്ഭവം. അപ്പോൾ ഈ 3 ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. 3 ചാപ്റ്ററും നല്ലപോലെ പഠിക്കുക. അതായത് ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ ഇതെല്ലാം നല്ലോണം പഠിച്ചു വെക്കുക. അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്നുണ്ട്. അപ്പം മഹാനദിയുടെ ഉത്ഭവം റായ്പൂരിലെ സിഹാവയാണ്. പ്രധാന പോഷക നദികൾ ഇബും ടെല്ലുമാണ്. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്.
ഗോദാവരി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് ഗോദാവരിയുടെ ഉത്ഭവം. പ്രധാന പോഷക നദികൾ പ്രൺഹിത, ഇന്ദ്രാവതി, ശബരി. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയാണ് ഗോദാവരി ഒഴുകുന്നത്. കൃഷ്ണ. മഹാരാഷ്ട്രയിലെ മഹാബലേശ്വറിലാണ് കൃഷ്ണ നദിയുടെ ഉത്ഭവം. തുംഗഭദ്ര, ഭീമ, കൊയ്ന തുടങ്ങിയവയാണ് കൃഷ്ണ നദിയുടെ പോഷക നദികൾ. മഹാരാഷ്ട്ര, കർണാടകം, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൂടിയാണ് കൃഷ്ണ നദി ഒഴുകുന്നത്. കാവേരി. ബ്രഹ്മഗിരി കുന്നുകൾ. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളാണ് കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം. കബനി, ഭവാനി, അമരാവതി തുടങ്ങിയവയാണ് പ്രധാന പോഷക നദികൾ. കർണാടകം, തമിഴ്നാട്, കേരളം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൂടിയാണ് കാവേരി നദി ഒഴുകുന്നത്. കബനി, ഭവാനി എന്ന് പറയുന്നത് കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ കൂട്ടത്തിലുള്ള രണ്ടെണ്ണമാണ്. മറ്റേത് പമ്പാർ. കബനി, ഭവാനി, പമ്പാർ അതാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ കേരളത്തിൽ. ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി. അപ്പോൾ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരിയാണ്. 1465 കിലോമീറ്റർ നീളവും 3.13 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശ വിസ്തൃതിയുമുള്ള ഈ നദിയെ ദക്ഷിണ ഗംഗ എന്നും വിളിക്കുന്നു. കൃഷ്ണ, കാവേരി നദികളാണ് യഥാക്രമം വലിപ്പത്തിൽ 2ഉം 3ഉം സ്ഥാനത്ത്. അപ്പോൾ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി നദിയാണ്. രണ്ടാമത്തെ സ്ഥാനം കൃഷ്ണയ്ക്കും 3 കാവേരിക്കുമാണ്. ഈ കാവേരി നദീജല തർക്കത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കർണാടകം, തമിഴ്നാട് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കാവേരി നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി തർക്കം നിലനിൽക്കുന്നു. നദീജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടാക്കിയ കരാർ 1924 കരാറുണ്ടാക്കിയത്. നോട്ട് ചെയ്ത് വെച്ചേക്കുക. 1924 കരാറുണ്ടാക്കിയത്. മദ്രാസ് പ്രസിഡൻസിക്ക് കൂടുതൽ അനുകൂലമായതിനാൽ അത് അസാധുവാക്കണമെന്ന് കർണാടക സംസ്ഥാനവും, എന്നാൽ മുൻ കരാറിൽ മാറ്റം വരുത്തിയാൽ തമിഴ്നാട്ടിലെ ദശലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കും എന്ന് തമിഴ്നാടും നിലപാടെടുത്തു. പ്രശ്നം പഠിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ 1990 ഒരു ട്രിബ്യൂണലിനെ നിയമിച്ചു. 2007 പുറത്തുവന്ന അന്തിമ വിധിയിൽ കാവേരി ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ധാരണയുണ്ടാവുകയും ചെയ്തു. ഇതിന് പ്രകാരം പ്രതിവർഷം 419 TMC ജലം തമിഴ്നാടിനും 270 TMC ജലം, ചിലപ്പോൾ ഇതൊക്കെ കയറി അങ്ങ് ചോദിച്ചേക്കാം. 419 TMC ജലം തമിഴ്നാടിനും 270 TMC ജലം കർണാടകത്തിനും 30 TMC ജലം കേരളത്തിനും 7 TMC ജലം പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിനും എന്ന തരത്തിൽ നിശ്ചയിച്ചു. ഒരു TMC എന്ന് പറയുന്നത് 1000 ദശലക്ഷം ക്യൂബിക് അടിയാണ്. തർക്കം ഇനിയും തീർന്നിട്ടില്ല. സംസ്ഥാനങ്ങളുടെ പുനരാലോചന ഹർജികൾ കോടതിയുടെ പരിഗണനയിലാണ്. ഉപദ്വീപീയ നദികൾ നീരൊഴുക്കിൽ പൊതുവെ കാലിക സ്വഭാവമുള്ളവയാണ്. വേനൽക്കാലത്ത് നീരൊഴുക്ക് കുറയുകയും മഴക്കാലത്ത് നിറഞ്ഞൊഴുകുകയും ചെയ്യും. ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത് കാലിക സ്വഭാവമുള്ളവയാണ്. അപ്പോൾ കാലാകാലങ്ങളുള്ള സ്വഭാവം, അതായത് വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് നീരൊഴുക്ക് കുറയുന്നു, മഴക്കാലം ആകുമ്പോഴത്തേക്ക് നിറഞ്ഞ് ഒഴുകുകയും ചെയ്യുന്നു. വറ്റാതെ കാവേരി. ഉപദ്വീപിലെ മറ്റു നദികളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാവേരി നദിയിൽ വർഷം മുഴുവൻ നീരൊഴുക്കിൽ കാര്യമായ കുറവുണ്ടാകില്ല. ഉഷ്ണകാലത്ത് ഈ നദിയുടെ വൃഷ്ടിപ്രദേശത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴയും ശൈത്യകാലത്ത് വടക്കുകിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കുന്നതാണ് ഇതിന് കാരണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഉഷ്ണകാലത്ത് ഇതിന്റെ വൃഷ്ടിപ്രദേശത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു, ശൈത്യകാലം ആവുമ്പോൾ വടക്കു കിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കുന്നു. ഇനി പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ. ഇപ്പൊ കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയായിരുന്നു? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ നദികളും അവയുടെ പോഷക നദികളുമായിരുന്നു. ഇനി പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നർമ്മദ, താപ്തി എന്നീ നദികൾ ഒഴിച്ചാൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളേറെയും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചരിവിൽ ഉത്ഭവിച്ച് പടിഞ്ഞാറൻ തീര സമതലത്തിലൂടെ അതിവേഗം അറബിക്കടലിൽ പതിക്കുന്നവയാണ്. നർമ്മദ, താപ്തി എന്നീ നദികൾ മധ്യ ഉന്നത തടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഉത്ഭവിക്കുന്നത്. ഇപ്പം നർമ്മദയും താപ്തിയും എവിടെയാണ് ഉത്ഭവിക്കുന്നത്? മധ്യ ഉന്നത തടത്തിലെ
ഉയർന്ന പ്രദേശങ്ങളിലാണ് ഉത്ഭവിക്കുന്നത്. മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ താഴ്വരയും ജബൽപൂരിന് സമീപമുള്ള ദുവാൻദാർ വെള്ളച്ചാട്ടവും. ഇപ്പൊ എവിടെ എന്താ വെള്ളച്ചാട്ടത്തിന്റെ പേര്? ദുവാൻദാർ വെള്ളച്ചാട്ടം എവിടെയാണ്? ജബൽപൂരിന് സമീപം. ജബൽപൂരിന് സമീപമുള്ള വെള്ളച്ചാട്ടം ഏതാണ്? ദുവാൻദാർ വെള്ളച്ചാട്ടം. സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതിയും നർമ്മദാ നദിയെ ശ്രദ്ധേയമാക്കുന്നു. അപ്പൊ നർമ്മദാ നദിയിലാണ് സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതി ഉള്ളത്. നോക്കാം. നർമ്മദാ നദിയുടെ ഉത്ഭവം അമർകണ്ടക്. മധ്യപ്രദേശിലെ അമർകണ്ടകിലാണ് നർമ്മദാ നദിയുടെ ഉത്ഭവം. പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഹിരൺ, ബൻജാർ. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. താപ്തി, മുൾട്ടായി, മധ്യപ്രദേശിലെ മുൾട്ടായിയാണ് താപ്തിയുടെ ഉത്ഭവം. പൂർണ്ണ, ഗിർന തുടങ്ങിയവയാണ് പ്രധാന പോഷക നദികൾ. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. ഇപ്പൊ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ നർമ്മദയും താപ്തിയും. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി അവയുടെ പോഷക നദികളും. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? നർമ്മദ ബച്ചാവോ ആന്തോളൻ. നർമ്മദാ നദിയിൽ വലിയ ജലസംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരെ രൂപം കൊണ്ട ശക്തമായ ജനകീയ പ്രതിരോധമായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ടും നർമ്മദ അണക്കെട്ടും അടക്കമുള്ള വലുതും ചെറുതുമായ നിരവധി ഡാമുകൾ ഈ പ്രദേശത്തെ പരിസ്ഥിതി നാശത്തിനും കുടിയൊഴിപ്പിക്കലിനും കാരണമായതോടെയാണ് പ്രക്ഷോഭം ആരംഭിച്ചത്. തദ്ദേശീയരായ ആദിവാസി ജനവിഭാഗങ്ങളും കർഷകരും പരിസ്ഥിതി പ്രവർത്തകരും മനുഷ്യാവകാശ പ്രവർത്തകരും ഈ പ്രക്ഷോഭത്തിൽ കൈകോർത്തു. 1994 മുതൽ 99 വരെ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനായതും ലോകബാങ്ക് അടക്കമുള്ള നിക്ഷേപകരെ പിന്തിരിപ്പിക്കാനായതും പദ്ധതിയെ സംബന്ധിച്ചുള്ള പുനർചിന്തനവും ഈ പ്രക്ഷോഭത്തിന്റെ നേട്ടങ്ങളാണ്. അപ്പം നർമ്മദ ബച്ചാവോ ആന്തോളന്റെ നേതാവ് ആരാണ്? മേധ പട്കർ ആണ്. 1985 നർമ്മദ ബച്ചാവോ ആന്തോളൻ തുടങ്ങിയത്. ഗംഗയിലേക്ക് എത്തുന്ന ഉപദ്വീപീയ നദികൾ. മാൾവ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഉത്ഭവിച്ച് വടക്കോട്ടൊഴുകി യമുന നദിയിലേക്കും നേരിട്ട് ഗംഗാ നദിയിലേക്കും ചെന്നുചേരുന്ന നദികളാണ് ഗംഗയിലേക്ക് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ. വടക്കോട്ട് മാൾവ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഉത്ഭവിച്ചിട്ട് വടക്കോട്ടൊഴുകി നേരെ ഗംഗാ നദിയിലേക്കും യമുന നദിയിലേക്കും ചെന്നുചേരുന്നതാണ് ഗംഗയിലേക്ക് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ. അപ്പൊ ഏതൊക്കെ നദികളാണ്? ചമ്പൽ, ബെത്വ, കെൻ, സോൻ, സിന്ധ് തുടങ്ങിയ നദികളാണ് ഗംഗയിലേക്ക് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ. ഒന്നും കൂടെ ഓടിച്ചൊന്ന് പറഞ്ഞു നോക്കാം. ഏതൊക്കെയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി അവയുടെ പോഷക നദികൾ. മഹാനദിയുടെ പോഷക നദി ഇബുണ്ടെല്ലും, ഗോദാവരിയുടേത് പ്രാൺഹിത, ഇന്ദ്രാവതി, ശബരി, കൃഷ്ണയുടേത് തുംഗഭദ്ര, ഭീമ, കുയ്ന, കാവേരിയുടേത് കബനി, ഭവാനി, അമരാവതി. പിന്നീട് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയും. പിന്നെ ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദി, ദക്ഷിണ ഗംഗ എന്നും വിളിക്കുന്നു. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? നർമ്മദയും താപ്തിയും. നർമ്മദയുടെ ഉത്ഭവം അമർകണ്ടക്, മധ്യപ്രദേശിലെ അമർകണ്ടക്. പോഷക നദികൾ ഹിരൺ, ബൻജാർ. താപ്തിയുടേത് പൂർണ്ണ, ഗിർണയാണ് താപ്തിയുടെ പോഷക നദികൾ. ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മുൾട്ടായിലാണ് ഉത്ഭവിക്കുന്നത്. പിന്നീട് ഗംഗയിലേക്ക് എത്തുന്ന ഉപദ്വീപീയ നദികൾ എവിടെയാ ഉത്ഭവം? മാൾവ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഉത്ഭവിച്ചിട്ട് വടക്കോട്ടൊഴുകി യമുന നദിയിലേക്കും നേരിട്ട് ഗംഗയിലേക്കും ചെന്നുചേരുന്ന നദികൾ. ഏതൊക്കെയാണ് നദികൾ? ചമ്പൽ, ബെത്വ, കെൻ, സോൻ, സിന്ധ്. ചമ്പൽ, ബെത്വ, കെൻ, സോൻ, സിന്ധ്. ഇത്രയും കാര്യങ്ങളാണ് ഉപദ്വീപീയ നദികളെ കുറിച്ച് പഠിച്ചത്. ഇനി ചമ്പൽ റവൈനുകൾ. മാൾവ പീഠഭൂമിയുടെ വടക്കേ ചെരുവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകൾ ഇവിടുത്തെ വ്യത്യസ്ത ഭൂസവിശേഷതയാണ്. റവൈൻസ് എന്നാണ് ഇത്തരം നിഷ്ഫല ഭൂപ്രകൃതി അറിയപ്പെടുന്നത്. റവൈനുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മാൾവ പീഠഭൂമിയുടെ വടക്കേ ചെരുവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ
അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകൾ, അതാണ് റവൈനുകൾ എന്ന് പറയുന്നത്. ജലസേചനം, ഊർജോൽപാദനം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ ഉപദ്വീപീയ നദികളെ നാം ഏറെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യൻ ഉപദ്വീപിലെ ചില പ്രധാന വിവിധോദ്ദേശ നദീതട പദ്ധതികളെ പരിചയപ്പെടാം. ഹിരാക്കുഡ് ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. ഹിരാക്കുഡ് മഹാനദിയിലാണ്, ഒഡീഷയിലാണ് ഉള്ളത്. തുംഗഭദ്ര നദി കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്. കർണാടകത്തിലാണ് തുംഗഭദ്ര നദീതട പദ്ധതിയുള്ളത്. സർദാർ സരോവർ നർമ്മദ നദിയിൽ ഗുജറാത്തിലാണ്. കൃഷ്ണരാജ സാഗർ കാവേരി നദി കർണാടകത്തിൽ. നിസാം സാഗർ ഗോദാവരി നദി ആന്ധ്രാപ്രദേശ്. എന്താണ് വിവിധോദ്ദേശ നദീതട പദ്ധതി? ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതികളാണ് വിവിധോദ്ദേശ നദീതട പദ്ധതികൾ. വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലസേചനം, ജലവൈദ്യുതോൽപാദനം, ഉൾനാടൻ ജലഗതാഗതം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം തുടങ്ങിയവയാണ് ഇത്തരം പദ്ധതികളുടെ ചില പ്രധാന ഉദ്ദേശങ്ങൾ. അടുത്തത് പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലം. ഓരോ പ്രദേശത്തിന്റെയും കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസൃതമായാണ് നൈസർഗിക സസ്യജാലങ്ങൾ രൂപം കൊള്ളുന്നത്. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തെ നൈസർഗിക സസ്യജാലങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വ്യാപകമായ സ്വാഭാവിക വനങ്ങളാണ്. ഏതാണ് ഉഷ്ണമേഖല? ഇലപൊഴിയും കാടുകൾ. 70 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് പൊതുവെ ഇത്തരം സസ്യജാലങ്ങൾ കാണപ്പെടുന്നത്. മഴയുടെ ഏറ്റക്കുറച്ചിലുകൾ മുൻനിർത്തി ഇതിനെ രണ്ടായി തിരിക്കാം. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെ എങ്ങനെയാണ് തിരിക്കുന്നത്? രണ്ടായിട്ട് തിരിക്കുന്നു. ആർദ്ര ഇലപൊഴിയും കാടുകൾ, വരണ്ട ഇലപൊഴിയും കാടുകൾ. 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചരിവുകളിൽ പൊതുവെ കണ്ടുവരുന്നത് ഇത്തരം സസ്യജാലങ്ങളാണ്. കൂടാതെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ കുന്നുകളിലും ഛോട്ടാ നാഗ്പൂരിലും ഇത്തരം സസ്യജാലങ്ങളുണ്ട്. തേക്ക്, സാൽ, ശിഷം, മൗവ, ചന്ദനം തുടങ്ങിയ വൃക്ഷങ്ങൾ ഈ വനങ്ങളിൽ പൊതുവായി കാണപ്പെടുന്നു. 70 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പീഠഭൂമിയുടെ ഇതര ഭാഗങ്ങളിൽ വരണ്ട ഇലപൊഴിയും കാടുകളാണുള്ളത്. മഴ തീരെ കുറഞ്ഞ മേഖലകളോടടുക്കുമ്പോൾ ഇത് മുൾക്കാടുകൾക്കും കുറ്റിച്ചെടികൾക്കും വഴിമാറുന്നു. വരൾച്ചാക്കാലം എത്തുന്നതോടെ ഈ സസ്യങ്ങൾ പൂർണ്ണമായും ഇല പൊഴിക്കുകയും വനങ്ങൾ ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകളായി മാറുകയും ചെയ്യുന്നു. തേക്ക്, റോസ്വുഡ്, ആക്സിൽവുഡ്, മുളവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഇവിടെ സാധാരണമാണ്. ഉഷ്ണമേഖല മുൾക്കാടുകൾ. 75 സെന്റിമീറ്റർ താഴെ വാർഷിക മഴ ലഭിക്കുന്നതും ഉയർന്ന താപനിലയുള്ളതുമായ പ്രദേശങ്ങളിലാണ് ഇത്തരം സസ്യജാലങ്ങൾ പൊതുവായി കാണപ്പെടുന്നത്. അങ്ങിങ്ങായി ഉയരം കുറഞ്ഞ മരങ്ങൾ കാണപ്പെടുന്നു. അക്കേഷ്യ, യൂഫോർബിയ, ഈന്തപ്പന, ചില ഇനം പുൽവർഗ്ഗങ്ങൾ തുടങ്ങിയവയാണ് പ്രധാന സസ്യങ്ങൾ. എവിടത്തെയാണ്? ഉഷ്ണമേഖല മുൾക്കാടുകളിലെ. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കായി മഹാരാഷ്ട്ര, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുടെ അർദ്ധമരുപ്രദേശങ്ങളിലും ആന്ധ്രാപ്രദേശ്, തെലങ്കാന, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വരണ്ട പ്രദേശങ്ങളിലും ഇത്തരം സസ്യജാലങ്ങളാണ് ഉള്ളത്. ദക്ഷിണ പർവ്വത വനങ്ങൾ. പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായ പശ്ചിമഘട്ടം, വിന്ധ്യാനിരകൾ, നീലഗിരി കുന്നുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളെ പൊതുവിൽ ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. ഇവിടങ്ങളിൽ 1500 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള ഇടങ്ങളിൽ മിതോഷ്ണ സസ്യജാലങ്ങളും താഴേക്ക് വരുമ്പോൾ ഉപോഷ്ണ സസ്യജാലങ്ങളും കാണപ്പെടുന്നു. നീലഗിരി, പളനി, ആനമല നിരകളിലെ ഉപോഷ്ണ സസ്യജാലങ്ങളെ ചോലവനങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ എവിടെയൊക്കെയാണ് ചോലവനങ്ങൾ കാണപ്പെടുന്നത്? നീലഗിരി, പളനി, ആനമല. നീലഗിരി, പളനി, ആനമല നിരകളിലെ ഉപോഷ്ണ സസ്യജാലങ്ങളെയാണ് ചോലവനങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ. അപ്പൊ മണ്ണിനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങളിലേറെയും തനതിടത്ത് രൂപപ്പെട്ടവയാണ്. ഇവിടെ കാണപ്പെടുന്ന മണ്ണിനങ്ങളെ കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ് എന്നിങ്ങനെ തിരിക്കാം.
ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്? ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, കറുത്ത മണ്ണ്, പർവ്വത മണ്ണ്. തനതിട മണ്ണിനങ്ങളും വഹിച്ചു കൊണ്ടുവന്ന മണ്ണിനങ്ങൾ. അപ്പൊ അതെന്താണെന്ന് നോക്കാം. ഓരോ പ്രദേശത്തുമുള്ള ശിലകളിൽ നിന്നും രൂപപ്പെട്ട് അതതിടങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന മണ്ണിനങ്ങളാണ് തനതിട മണ്ണിനങ്ങൾ. ഉദാഹരണം കറുത്ത മണ്ണ്. അപ്പൊ തനതിട മണ്ണിനങ്ങൾക്ക് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ കറുത്ത മണ്ണ്. എന്നാൽ നദികളാലോ കാറ്റിലൂടെയോ നീക്കം ചെയ്യപ്പെട്ട് മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിച്ചു കാണുന്ന മണ്ണിനങ്ങളെ വഹിച്ചുകൊണ്ടുവന്ന മണ്ണിനങ്ങൾ എന്ന് വിളിക്കുന്നു. ഉദാഹരണം എക്കൽ മണ്ണ്. അപ്പം വഹിച്ചുകൊണ്ടുവന്ന മണ്ണിനങ്ങൾക്ക് ഉദാഹരണം ഏത് എന്ന് പറഞ്ഞ് കുറച്ച് 2-3 തന്നിട്ട് എക്കൽ മണ്ണും കൂടെ കൊടുത്തേക്കും. അപ്പൊ ഏതായിരിക്കും? എക്കൽ മണ്ണ്. ഇനി കറുത്ത മണ്ണ്. അപ്പോൾ ഓരോ മണ്ണിനങ്ങളെ കുറിച്ചുമാണ് ഇനി പറയുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗം അതിവിശാലമായ ലാവാ പീഠഭൂമിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഈ പ്രദേശത്തെ ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് കറുത്ത മണ്ണ്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും കർണാടകം, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായും കറുത്ത മണ്ണ് കാണപ്പെടുന്നു. കറുത്ത മണ്ണിന്റെ പ്രത്യേകത എന്താണ്? പരുത്തി കൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണാണ് കറുത്ത മണ്ണ്. കറുത്ത റിഗർ മണ്ണ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. നേരത്തെ പഠിച്ചല്ലേ നമ്മള്. അടുത്തത് ചെമ്മണ്ണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽ രൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണ് ഉണ്ടാകുന്നത്. പൊതുവെ ചെമ്മണ്ണ് എന്ന് വിളിക്കുമെങ്കിലും ചിലയിടങ്ങളിൽ ഇത് തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ഈ മണ്ണിൽ വലിയ തോതിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ചുവപ്പ് നിറത്തിന് പ്രധാന കാരണം. അപ്പൊ ഈ കറുത്ത മണ്ണിന്റെ കാര്യവും പിന്നെ നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ ചുവപ്പ് മണ്ണ് ചുവന്ന നിറം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ലാറ്ററൈറ്റ് മണ്ണ്. അപ്പൊ എന്തുകൊണ്ടാണ്? ഇരുമ്പിന്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് ചെമ്മണ്ണിൽ ചുവപ്പ് നിറം കാണപ്പെടുന്നത്. ലാറ്ററൈറ്റ് മണ്ണ്. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർന്നിറങ്ങൽ പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായി രൂപപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ്. പീഠഭൂമിയിൽ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, രാജ്മഹൽ കുന്നുകൾ, വിന്ധ്യ, സത്പുര പർവ്വതങ്ങൾ, മാൾവ പീഠഭൂമി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് മുഖ്യമായും ലാറ്ററൈറ്റ് മണ്ണ് കാണപ്പെടുന്നത്. പൊതുവെ ഫലപുഷ്ടി കുറഞ്ഞ ഈ മണ്ണിനം കൃഷിയോഗ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കായി വൻതോതിൽ പ്രയോജനപ്പെടുത്തുന്നു. അപ്പം തോട്ടവിളകൾക്കായി പ്രയോജനപ്പെടുത്തുന്ന, അതായത് തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കായി പ്രയോജനപ്പെടുത്തുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. പർവ്വത മണ്ണ്. ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവ്വഘട്ട മലനിരകളിലാണ്. കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്ക്, പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖല പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് പർവ്വത മണ്ണ് അനുയോജ്യമാണ്. മേൽപ്പറഞ്ഞ മണ്ണിനങ്ങളെ കൂടാതെ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസൃതമായി വൈവിധ്യമാർന്ന പ്രാദേശിക മണ്ണിനങ്ങൾ കൂടി കാണപ്പെടുന്നു. അപ്പൊ പർവ്വത മണ്ണ് തോട്ടവിളകൾക്ക് സ്വാഭാവികമായും അനുയോജ്യമാണ്. പക്ഷേ ലാറ്ററൈറ്റ് മണ്ണാവുമ്പോഴും കൃഷിയോഗ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ നമുക്ക് തോട്ടവിളകൾക്കായി പ്രയോജനപ്പെടുത്തി എടുക്കാം. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിലെ കൃഷി. സമതല പ്രദേശങ്ങളെ അപേക്ഷിച്ച് പീഠഭൂമി പ്രദേശങ്ങൾ പൊതുവെ കൃഷിയോഗ്യമല്ലെങ്കിലും നെല്ല്, ഗോതമ്പ്, പരുത്തി, കരിമ്പ്, പുകയില തുടങ്ങിയ വിളകളും തോട്ടവിളകളായ കാപ്പി, തേയില തുടങ്ങിയവയും ഉപദ്വീപീയ പീഠഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കൃഷി ചെയ്യുന്നു. നിമ്നോന്നതമായ ഭൂപ്രകൃതി, നീരൊഴുക്കാൽ കാർന്നെടുക്കപ്പെട്ട മേൽമണ്ണ്, ചെങ്കുത്തായ ചരിവുകൾ, മേൽമണ്ണിന്റെ കനക്കുറവ്, അനാവൃത ശിലകൾ, ഇടയ്ക്കിടെയുള്ള കുന്നുകൾ തുടങ്ങിയ കാരണങ്ങളാൽ ചിലയിടങ്ങളിൽ മാത്രമേ കൃഷി സാധ്യമാകുന്നുള്ളൂ. പശ്ചിമഘട്ട നിരകളിൽ തോട്ടവിളകൾക്കാണ് പ്രാമുഖ്യം. നീലഗിരി മേഖലയിൽ തേയില, കാപ്പി തുടങ്ങിയവയുടെ തോട്ടങ്ങൾ വ്യാപകമാണ്. എന്നാൽ മലഞ്ചരിവുകളിൽ തട്ടുകളാക്കി നെൽകൃഷി അടക്കം ഇവിടെ സാധ്യമാകുന്നുണ്ട്. ഇനി കാപ്പി. കർണാടകമാണ് ഇന്ത്യയിലെ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം. അപ്പൊ ഏത് സംസ്ഥാനമാണോ ഇന്ത്യയിലെ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ളത്? കർണാടകം.
കാപ്പി കൃഷിയുടെ ഏകദേശം 59%, കാപ്പി ഉൽപാദനത്തിന്റെ ഏകദേശം 71% കർണാടകത്തിൽ നിന്നാണ്. ഉൽപാദനത്തിൽ ഏകദേശം 22%വുമായി കേരളമാണ് രണ്ടാം സ്ഥാനത്ത്. അപ്പോൾ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം കർണാടകം, രണ്ടാം സ്ഥാനം കേരളം. അറബിക്ക, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള മുന്തിയതരം കാപ്പി ഇനങ്ങളാണ് മുഖ്യമായും കൃഷി ചെയ്യുന്നത്. തേയില. പീഠഭൂമിയിൽ തേയില കൃഷി പ്രധാനമായും തമിഴ്നാട്, കർണാടകം, കേരളം എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ട മലനിരകളിലുമാണ്. ഇന്ത്യയിലെ ആകെ ഉൽപാദനത്തിന്റെ 25%വും തോട്ട വിസ്തൃതിയുടെ 44%വും ഈ മേഖലയിലാണ്. ധാരാളം തൊഴിലാളികൾ ആവശ്യമായതിനാൽ തേയിലത്തോട്ടങ്ങളിലും അനുബന്ധ വ്യവസായത്തിലുമായി അനവധി തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്നു. ചരിത്രം കുറിച്ച 7 കാപ്പിക്കുരുക്കൾ. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ഇന്ത്യയിൽ കാപ്പിക്കൃഷി ആരംഭിച്ചത്. മുസ്ലിം പുരോഹിതനായിരുന്ന ബാബ ബുദാനാണ് അറേബ്യയിൽ നിന്നും 7 കാപ്പിക്കുരുക്കൾ ഇന്ത്യയിലെത്തിച്ച് കർണാടകത്തിലെ ചിക്കമംഗലുരുവിലെ മലയോരത്ത് കാപ്പിക്കൃഷിക്ക് തുടക്കം കുറിച്ചത്. ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശമായ ഈ പ്രദേശം ബാബ ബുദാൻ കുന്നുകൾ എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്തും തുടർന്നും കാപ്പിത്തോട്ടങ്ങളും കാപ്പി വ്യവസായവും കൂടുതൽ വികസിച്ചു. അപ്പോൾ എവിടെയാണ് ബുദാൻ കുന്നുകൾ എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശമാണ് ബുദാൻ കുന്നുകൾ. അത് എവിടെയാണ്? കർണാടകത്തിലെ ചിക്കമംഗലൂരുവിലാണ്. ഇനി കരിമ്പ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് കൂടുതൽ കരിമ്പ് കൃഷി ഉള്ളതെങ്കിലും കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ ഒരുക്കുന്നത് ഡെക്കാൻ പീഠഭൂമി പ്രദേശമാണ്. ഇവിടുത്തെ അനുകൂല ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതൊരു ഏതോ ഒരു പരീക്ഷയ്ക്ക് പ്രസ്താവന രൂപത്തിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവാ മണ്ണ്, ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും, ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സൂക്രോസ് അംശം. അപ്പോൾ ഏതൊക്കെയാണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് കാപ്പിക്കൃഷിക്ക് അനുകൂല ഘടകങ്ങൾ? ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവാ മണ്ണ്, ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും, ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സൂക്രോസ് അംശം. അപ്പോൾ കരിമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനമുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അടുത്തത് പരുത്തി. പരുത്തി ഒരു ഖാരിഫ് വിളയാണെങ്കിലും ഉപദ്വീപീയ ഇന്ത്യയിൽ ഒക്ടോബർ മാസത്തോടെ കൃഷി ആരംഭിച്ച് ജനുവരി മുതൽ മെയ് വരെ മാസങ്ങളിലായി വിളവെടുപ്പ് നടത്തുന്നു. കാരണം വളർച്ചയുടെ 7 മാസത്തോളം മഞ്ഞുണ്ടാകാൻ പാടില്ല. 21 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 50 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതവുമാണ് പരുത്തി കൃഷിക്ക് ആവശ്യം. എന്നാൽ മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സഹായത്തോടെ പരുത്തി കൃഷി ചെയ്യുന്നു. ഡെക്കാൻ മാൾവ പീഠഭൂമി പ്രദേശങ്ങളിലെ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. രാജ്യത്ത് ആകെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ഗുജറാത്തിനാണ്. മഹാരാഷ്ട്രയാണ് രണ്ടാം സ്ഥാനം. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. ഡെക്കാൻ മാൾവ പീഠഭൂമി പ്രദേശങ്ങളിലെ കറുത്ത മണ്ണ്. പിന്നെ രാജ്യത്ത് ആകെ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ഏതാണ്? പരുത്തി കൃഷിക്ക് ഒന്നാം സ്ഥാനം ഗുജറാത്ത്, രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര. ധാതുക്കളുടെ കലവറ. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ ശിലാപാളികളിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നു. ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു മേഖല. ഏതാണ്? ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമി. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാരാളം ലോഹ അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണിവിടം. ധാതു വിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഉപദ്വീപീയ പീഠഭൂമിയെ വിവിധ ധാതു മേഖലകളായി തിരിക്കാം. വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം. ഏതൊക്കെയാണ് വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം? ഏറ്റവും വലിയ ധാതു മേഖലയാണ് ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമികൾ. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായി
ഈ മേഖല വ്യാപിച്ചു കിടക്കുന്നു. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, അഭ്രം, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാതുക്കൾ ഈ മേഖലയിൽ ഖനനം ചെയ്യപ്പെടുന്നു. എവിടെയാണ്? വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശത്ത്. കൽക്കരി, ഇരുമ്പയിര്, മാംഗനീസ്, അഭ്രം, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാതുക്കൾ. ഇനി മധ്യമേഖല. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന മധ്യമേഖലയിൽ മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല്, മാർബിൾ, കൽക്കരി, അഭ്രം, ഇരുമ്പയിര്, ഗ്രാഫൈറ്റ് തുടങ്ങിയ ധാതുക്കൾ സുലഭമാണ്. ദക്ഷിണമേഖല. കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിന്റെ ഭാഗങ്ങളും ഉൾപ്പെട്ട ഈ മേഖലയിൽ ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ് തുടങ്ങിയ ധാതുക്കൾ കാണപ്പെടുന്നു. ദക്ഷിണമേഖലയിൽ ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ്, കർണാടക പീഠഭൂമിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാടിന്റെ ഭാഗങ്ങളും. തെക്ക് പടിഞ്ഞാറൻ മേഖല. പടിഞ്ഞാറൻ കർണാടകവും ഗോവയും ചേർന്ന ഈ മേഖലയിൽ ഇരുമ്പയിര്, കളിമണ്ണ് തുടങ്ങിയവ ധാരാളമായി കാണപ്പെടുന്നു. വടക്കു പടിഞ്ഞാറൻ മേഖല. രാജസ്ഥാനിലെ അരാവലി നിരയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിന്റെ ഭാഗങ്ങളും ചെമ്പ്, ഈയം, സിങ്ക്, യുറേനിയം, മൈക്ക തുടങ്ങിയവയാൽ സമ്പന്നമാണ്. അപ്പൊ ചെമ്പ്, ഈയം, സിങ്ക് ഒക്കെ കാണുന്ന വടക്കു പടിഞ്ഞാറൻ മേഖലയിലാണ്. രാജസ്ഥാനിലെ അരാവലി നിരയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിന്റെ ഭാഗങ്ങളും. അപ്പൊ ധാതു വിഭവങ്ങളുടെ ലഭ്യത അനുസരിച്ച് ഉപദ്വീപ പീഠഭൂമി എങ്ങനെയൊക്കെയാണ് തിരിക്കുന്നത്? ധാതു മേഖലകളായി തിരിക്കുന്നത്. വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം, മധ്യമേഖല, ദക്ഷിണമേഖല, തെക്ക് പടിഞ്ഞാറൻ മേഖല, വടക്ക് പടിഞ്ഞാറൻ മേഖല, അങ്ങനെ 5ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിലെ ജനജീവിതം. ഉപദ്വീപീയ പീഠഭൂമിയിൽ മിതമായ ജനസംഖ്യയാണുള്ളത്. പൊതുവെ കൃഷിയോഗ്യമല്ലാത്ത ഭൂപ്രകൃതിയും വൻകര കാലാവസ്ഥയും കാരണം ആദ്യകാലങ്ങളിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ജനവാസം പരിമിതമായിരുന്നു. പിൽക്കാലത്ത് ധാതു ഖനന പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും റോഡ്, റെയിൽ ഗതാഗത മാർഗങ്ങൾ വികസിച്ചതും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുടെ ആവിർഭാവവും ജനങ്ങളെ പീഠഭൂമിയിലേക്ക് അടുപ്പിച്ചു. കൂടാതെ ജലസേചനവും സാങ്കേതിക സാധ്യതകളും മുൻനിർത്തിയുള്ള വാണിജ്യ കൃഷി സാധ്യതകളും ഇവിടെ ജനവാസം ഉയരുന്നതിന് കാരണമായി. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ ഈ 3ാമത്തെ ചാപ്റ്റർ, അതായത് ഭൗമ ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി, അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് തരാം. അപ്പം അതിനകത്ത് ആൻസർ ലാസ്റ്റിൽ കൊടുത്തേക്കാം. അപ്പം നിങ്ങൾ ഈ പാഠഭാഗം നല്ലപോലെ കേട്ടിട്ട് അതിൻ്റെ ആൻസർ തന്നെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പം അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻസും തരാം.